അകത്തേക്ക് വരൂ. ഇരിക്കൂ. എന്ത് പറ്റി കുഞ്ഞേ നിനക്ക്? അച്ചാമ്മേ, വിഷമിക്കാതെ. ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഒരു സമാധാനമില്ല. സമാധാനമില്ലെങ്കിൽ അത് മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്നതാ. നീ കരയാതെ. മോനെ, ഞാൻ നിന്നോട് ഇപ്പോൾ സംസാരിക്കുന്നത് മെത്രാനായിട്ടല്ല. നീ എന്റെ അനന്തരവനാണ്. എന്റെ സഹോദരി എന്റെ മുന്നിലിരുന്ന് കരയുമ്പോ മറ്റേതൊരു സഹോദരനെയും പോലെ എനിക്കും സങ്കടമുണ്ടാകുമെന്ന് നിനക്കറിയാമോ? എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് ഇവർ നിന്നെ പഠിപ്പിക്കാൻ അയച്ചത്. നിന്റെ അമ്മയും അപ്പനും നീ മൂലം ദുഃഖിക്കാൻ ഇടവരരുത്. നിനക്ക് അവരോട് സ്നേഹമില്ലേ? ഇല്ല. അച്ചാമ്മേ, കുറച്ചു നേരം അവിടെ പോയിരിക്കൂ. മോനെ, നിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടുന്നുണ്ട്. എന്താണെന്ന് എന്നോട് തുറന്നു പറയൂ. നീ എന്തുകൊണ്ടാ നിന്റെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്? അവിടെ ആർക്കും ആരോടും സ്നേഹമില്ല. എനിക്കും ആരോടും സ്നേഹമില്ല. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അത് ഞാനെങ്ങനെ പറയാനാ? അങ്ങനാ തോന്നുന്നത്. ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതും എനിക്കറിയാൻ വയ്യ. നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. നിന്റെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാം കൂടുതലാ. ശരിയാ, ഒന്നും അമിതമാവാൻ പാടില്ല. കുഞ്ഞെ, എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും നീ സ്വയം വിചാരിച്ചാലേ നേർവഴിയിൽ പോകുവാൻ സാധിക്കൂ. സർവശക്തനായ ദൈവം നിന്നെ കൈവിടാതിരിക്കട്ടെ. അച്ചാമ്മേ, എവിടെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കുട്ടികൾ വളർന്നാൽ പോരാ, അവരെ വളർത്തിയെടുക്കണം. അച്ചാമ്മ ഇപ്പൊ പൊയ്ക്കോളൂ. ദൈവം എല്ലാറ്റിനും ഒരു പോംവഴി കാണിച്ചു തരും. ആരോടാ ഈ ദേഷ്യം തീർക്കുന്നേ? പാവം. കൊന്നു. ഈ കൈകൊണ്ട് ചാകാൻ എനിക്കിഷ്ടമാ. ഞാൻ ഇന്നും ഇവിടെ വരുമായിരുന്നു. എത്ര ദിവസമായി ഒന്നും വന്നില്ലല്ലോ. വീട്ടിൽ പിടിച്ച് അടച്ചിട്ടിരിക്കുകയായിരുന്നോ? അങ്ങനെയൊക്കെയാ നാട്ടുകാർ പറയുന്നത്. നേരല്ലേ? കുഴപ്പമെല്ലാം കഴിഞ്ഞില്ലേ? എന്നാ തിരിച്ചു പോന്നേ? ഇനി പോകുന്നില്ല. നേരോ? അച്ചായൻ പറഞ്ഞ് പഠിക്കണ്ട. അയ്യോ, കഷ്ടായി പോയല്ലോ. ഇനി എപ്പോഴും കാണാമല്ലോ. ആരെങ്കിലും കാണും.
ദേ ഇത് കണ്ടോ, കല്ലിക്കൊണ്ടതാ. രാഘവ, ആഹാ, ആള് കേവനാണല്ലോ. അവൻ ചാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഇല്ലെങ്കിൽ ഇപ്പൊ ജയിലിൽ പോയി കിടക്കാമായിരുന്നു. അതെ രാഘവ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓ, ഞങ്ങളെപ്പോ ഉള്ളവർക്കൊക്കെ എന്തോ വിശേഷം. മൂപ്പന്റെ അടുത്തുനിന്ന് വരുന്നത് അല്ലേ? നല്ല മണം അടിക്കുന്നുണ്ട്. നല്ല സാധനമാ. എന്നാ ഒരു പിടി പിടിക്ക്. എന്റെ പണി നടക്കണ്ടേ ബേബിച്ച? ഓ, നിന്റെ ഒരു പണി ഒരെണ്ണം വലിക്കുന്നേ. എനിക്ക് ഈ സാധനത്തോട് അത്ര അടുപ്പമില്ല. പിന്നെ ബേബിച്ചനായ കുടുംബയെ ഞാനിത് വലിക്കും. ജോലി കഴിഞ്ഞ് ഒരു 200 മില്ലി അടിച്ചു കഴിഞ്ഞാലേ എനിക്കൊരു സുഖം കിട്ടും. ഇരിക്ക് രാഘവ. ഞാൻ വന്നെന്ന് അറിഞ്ഞിട്ട് നീ വീട്ടിൽ വരുന്ന വരാൻ ഞാൻ എന്താ? 1-2 ദിവസം ഞാൻ ആലോചിച്ചതാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. അവിടെ വരുമ്പോ ബേബിച്ചിന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ ഒക്കെ മോഹം കാണുമ്പോ എനിക്ക് അതാണ്ട് പോലെ തോന്നും. നീ പറയുന്ന നേരെ ഒക്കെ ഒരുതരം ബോറ് പാർട്ടികളാ. പക്ഷെ ബേബിച്ചിന്റെ അമ്മ നല്ലതാ കേട്ടോ. അച്ചാമ്മച്ചേട്ടത്തിയുടെ കൈ കൊണ്ട് എനിക്ക് എന്ത് ചോറോ വീത്തുന്നതാ എന്റെ അമ്മയുടെ വിലക്ക് നിന്നപ്പം. എന്റെ അമ്മയും പോരാ രാഘവ. അങ്ങനെ പറയാതെ ബേബിച്ച. അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയാ. എന്റെ അമ്മ എത്തപ്പോ ഉണ്ടായൊരു വിഷമം പോലെ അതാരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതനുഭവിച്ചാലേ അറിയൂ. രാഘവ, ഈ റബ്ബർ പാലിൽ എന്താടോ വെള്ള നിറം വന്നത്? അത് പിന്നെ പാലിനെല്ലാം വെള്ളം നിറമല്ലേ? ഇതിന് ചോരയുടെ നിറമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു നീ. ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. കഞ്ചാവ് കയറി പിടിച്ച ലക്ഷണമാ. നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഓരോ മരത്തിൽ നിന്നും ചോര ഒലിച്ചു വരുന്നത്. കടും ചുവപ്പ് നിറത്തിലുള്ള ചോര. ശരിയാ, നല്ല രസമായിരിക്കും കാണാൻ. രാഘവ, അതിന്റെ നിറം മാറുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? സൂക്ഷിച്ചു നോക്കി. അതിന്റെ നിറമൊന്നും മാറുന്നില്ല. ബേബിച്ചിന് തോന്നുക. ഇത് ചോരയാ രാഘവ. ഇത് റബ്ബർ പാലാ. ബേബിച്ചിന് എഴുന്നേര്. നേരാ, ഇത് റബ്ബർ പാല.